ഏറ്റവും ഒടുവിലത്തെ ആക്രമണമാണ് സാർ കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായിട്ടുള്ളത്. KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സാൻ ജോസ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ക്യാമ്പസിൽ കൊണ്ടുവന്ന് ക്യാമ്പസിലെ സെന്റർ സർക്കിളിലാക്കി. അയാൾ തിരിച്ചു പോകുമ്പോൾ തന്നെ ആ ക്യാമ്പസിലുണ്ടായിരുന്ന റിസർച്ച് യൂണിയന്റെ ചെയർമാൻ ഒറ്റപ്പാലം മുൻ MP-യുടെ മകനും അജയ്കുമാറിന്റെ മകനുമായിട്ടുള്ള അജയ് ഫോണിൽ വിളിച്ച് പറയുകയാണ്, ഒരുത്തൻ വരുന്നുണ്ട്, തടഞ്ഞോളണം. അയാളെ പുറകെ പോവുകയാണ് 3 ബൈക്ക്. അയാളെ തടഞ്ഞു നിർത്തി ബൈക്കിന്റെ കീ ഊരിയെടുക്കുകയാണ്. എന്നിട്ട് ഫോണിലൂടെ ഈ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജോബിൻസ് നമ്മുടെ സാൻ ജോസിനെ വിളിച്ചു പറയുന്നു, എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നു. സാൻ ജോസ് ഗ്രൗണ്ടിനടുത്തേക്ക് പോയപ്പോൾ 30ഓളം SFIക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. ആ സാൻ ജോസിനെ കണ്ട ഉടൻ തന്നെ SFIയുടെ നേതാവ് അഭിജിത്ത് ആക്രോശിക്കുകയാണ്, ഇവനെ പൊക്കി ഹോസ്റ്റൽ റൂമിൽ കൊണ്ടിടുക എന്ന് പറയുകയാണ്. സാറ് അയാളെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് സാൻ ജോസിനെ റിസർച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് സാർ. അഭിമന്യു എന്ന SFIക്കാരൻ സാൻ ജോസിന്റെ കഴുത്ത് ഞെരിച്ചു. ശ്വാസം കിട്ടാതെ കൈയും കാലും പിടച്ചപ്പോൾ സാൻ ജോസിന്റെ തല ഗ്രില്ലിൽ ഇടിക്കുകയാണ് സാർ. അവിടെ വെച്ച് മർദ്ദിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സാൻ ജോസിന്റെ സുഹൃത്തിനെയും കൂടി അല്പം കഴിഞ്ഞപ്പോൾ സാൻ ജോസിന്റെ സുഹൃത്തുക്കളെ കൂടി അവിടെ കൊണ്ടുവരികയാണ് സാർ. അവിടെ കൊണ്ടുവന്നിട്ട് SFIയുടെ ED റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത് സാർ. ED മുറിയിലേക്കാണ് കൊണ്ടുപോകുന്നത് സാർ. കാര്യവട്ടം ക്യാമ്പസിലെ ED മുറിയുടെ നമ്പർ 121 സാർ. സിദ്ധാർത്ഥിനെ ഇടിച്ച് ചതച്ച ED മുറിയുടെ നമ്പർ 21. എല്ലാ കോളേജുകൾക്കും ED മുറി ഉണ്ട് സാർ. സാറ് പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിലല്ല സാർ SFI നിൽക്കുന്നത്, ED മുറിയുടെ ഭീകരതയിലാണ് സാറ്. ഈ 121 നമ്പർ മുറിയിൽ കസേരയിൽ ഇരുത്തി എന്നിട്ട് വിചാരണ തുടങ്ങുകയാണ് സാർ. ഇഷ്ടപ്പെടാത്ത മറുപടി കേൾക്കുമ്പോൾ ബൂട്ടിട്ട് ചവിട്ടുകയാണ്. ചവിട്ടി കസേരയോടുകൂടി മറിഞ്ഞു വീഴുന്നു. ഇവിടെ ഒരു തെറ്റവർ തിരുത്തി സാറ്. വെറ്റിനറി കോളേജിൽ ഭക്ഷണം പോലും കൊടുക്കാതിരുന്നെങ്കിൽ ഇവിടെ കുടിവെള്ളം കൊടുത്തു സാർ. ഇടയ്ക്കിടയ്ക്ക് കുടിവെള്ളം കൊടുത്തു സാർ. 1 മണിക്കൂർ അവിടെ ഇരുത്തി അയാളെ മർദ്ദിക്കുകയാണ് സാർ. എന്നിട്ട് യൂണിറ്റ് ഉണ്ടാക്കാൻ നീ ആരാണ്, അതാണ് അവരെ പ്രകോപിപ്പിച്ചത് സാറ്. സാർ നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ 20ഓളം ബോർഡുകൾ അവിടെ KSU സ്ഥാപിച്ചു. കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ഇതിൽ അസ്വസ്ഥരായിട്ടാണ് സാൻ ജോസാണ് അതിന് നേതൃത്വം നൽകുന്നതെന്നുകൊണ്ട് അയാളെ ആക്രമിക്കാൻ ഇവർ തയ്യാറായത് സാർ. ഇങ്ങനെ 1 മണിക്കൂറോളം മർദ്ദനവും വിചാരണയും കഴിഞ്ഞതിന് ശേഷം എന്നെ ആരും ഉപദ്രവിച്ചില്ല എന്ന് സാൻ ജോസിനെ കൊണ്ട് എഴുതി വാങ്ങുകയാണ്. അത് വീഡിയോ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സാർ. എന്നിട്ട് വീഡിയോ ഞാൻ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി എന്ന് സാൻ ജോസിനെ കൊണ്ട് പറയിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാർ. സാർ, ഈ സാൻ ജോസ് എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആളാണ് സാർ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ 20 വർഷമായി എനിക്കറിയാം സാർ. ദാരിദ്ര്യത്തിന്റെ ബഹുമാനപ്പെടുത്തി ശാന്ത പ്ലീസ് അങ്ങ് അവിടെ ഇരിക്ക്. അങ്ങ് ചാടി എണീക്കൽ അവിടെ ഇരിക്ക്. പ്രതിപക്ഷ നേതാവല്ലേ അവിടെ ഇരിക്ക്. പ്രതിപക്ഷ നേതാവല്ലേ, അവരുടെ ഭാഗത്ത് കമന്റ് ഒന്നും വന്നില്ല. പ്ലീസ് അവിടെ ഇരിക്ക്. ഏതെങ്കിലും തരത്തിൽ ഇന്ററപ്റ്റഡ് ആവുന്ന ഒരു കമന്റ്സ് ആണ് വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട അംഗം അവതരിപ്പിക്കുക പ്ലീസ്. യെസ് അവിടെ ഇരിക്ക്. പ്ലീസ് അവിടെ ഇരിക്ക്. യെസ്, അവതാരകർ അവസരം കൊടുക്ക്. നിങ്ങൾ ഇരിക്കുക അവിടെ. നിങ്ങൾ അവിടെ ഇരിക്ക് പ്ലീസ്. ശ്രീ അൻവർ അവിടെ ഇരിക്ക്. അവതാരകൻ അവതരിപ്പിക്കട്ടെ, പറയാം. യെസ് അവതാരകൻ അവതരിപ്പിക്കട്ടെ. അവതരിപ്പിക്കുക പ്ലീസ്. ശ്രീ അൻവർ അവിടെ ഇരിക്ക്. പ്ലീസ് അവിടെ ഇരിക്ക്. യെസ് അങ്ങ് അവതരിപ്പിക്ക്. അവതരിപ്പിച്ചോ. പരമകോടിയിലുള്ള ഒരു വീടാണ് സാർ അത്. സാർ, നമ്മുടെ നാട്ടിൽ 2 നേരം പട്ടിണി കിടന്ന് 3 നേരം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രക്ഷകർത്താക്കളുള്ള ഒരു നാടാണ് സാർ നമ്മുടേത്. സാർ, അങ്ങനെ പട്ടിണി കിടന്ന് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി കോളേജിൽ അയക്കുമ്പോ ആക്രമണങ്ങൾക്കിരയായാൽ അവരുടെ ഉള്ളു പടയും സാർ. അവരുടെ ഹൃദയം തകർന്നു പോകും സാർ. ഒരു പോറലേറ്റാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല സാർ. ഈ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയപ്പോ സിദ്ധാർത്ഥിന്റെ അനുഭവമാണോ എനിക്കുണ്ടാകാൻ പോകുന്നത്, ഞാൻ പേടിച്ചു പോയി എന്നാണ് സാൻ ജോസ് പറഞ്ഞത് സാർ. കേസ് എടുക്കണമെന്ന സാറ്
ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് പ്രതിഷേധിച്ചു. സർ, ഞാൻ രാത്രി അവിടേക്ക് പോവുകയാണ്. സർ, എന്റെ വാഹനം അവിടെ എത്തിയപ്പോൾ തന്നെ SFIക്കാർ വാഹനത്തിൽ അടിക്കുകയും കൈകൊണ്ടിടിക്കുകയും കമ്പ് കൊണ്ടടിക്കുകയും ചെയ്ത. ഇന്നും വാഹനം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാർ, ഞാൻ ഡോറ് തുറന്നിറങ്ങിയപ്പോ എന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. Yes, Steven sir, please. 50ഓളം സാർ ഇത്രയും ബഹളം ഉണ്ടാക്കി. അടിയന്തര പ്രമേയത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്തിനപ്പുറത്ത് അനുവദിക്കാൻ പറ്റില്ല. അടിയന്തര പ്രമേയത്തിന്റെ അവതാരകരുടെ സമയമുണ്ട്. അങ്ങ് അവതരിപ്പിക്കണം. യെസ്, അങ്ങ് സാവകാശം പറഞ്ഞ് എനിക്കറിയേണ്ട കാര്യം. പ്ലീസ് അവിടെ ഇരിക്കെ പ്ലീസ്, അംഗങ്ങൾ അവിടെ ഇരിക്കെ പ്ലീസ്. അങ്ങ് അവതരിപ്പിക്കുക. യെസ്, അങ്ങ് കൺക്ലൂഡ് ചെയ്യ് പ്ലീസ്. അങ്ങ് അങ്ങയുടെ സമയം കളയുകയാണ്. പ്ലീസ്, അങ്ങ് കൺക്ലൂഡ് ചെയ്യ് പ്ലീസ്. അവിടെ ഇരിക്കെ പ്ലീസ്. മിനിസ്റ്റേഴ്സ് അവിടെ ഇരിക്കെ. അങ്ങ് കൺക്ലൂഡ് ചെയ്യ്. സാർ, 50ഓളം പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. അവിടെ ഇരിക്കെ. SFIക്കാർ കയ്യേറ്റം ചെയ്തത്. സാർ, ഒരു മന്ത്രിയുടെ കാറിൽ കൊടി കെട്ടിയതിന്റെ പേരിൽ SFI നേതാക്കളുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത പോലീസ്, എന്നെ KSUക്കാരുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത പോലീസ് എന്നെ ആക്രമിച്ചപ്പോൾ നോക്കി നിൽക്കുകയാണ്. സാറേ, ഒരു കോഗ്നൈസിബിൾ ഓഫൻസ് നടക്കുന്നുവെന്ന് കണ്ടിട്ടും കയ്യും കെട്ടി നിൽക്കുന്ന കൃത്യവിലോപം നടത്തിയ ആളുകളാണ് ഞാൻ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയെന്ന്. സാറേ, അവിടെ തന്നെ മാറിവാനസ് കോളേജിലെ വിദ്യാർത്ഥി ആക്രമിച്ചു. ആശുപത്രിയിലേക്ക് പോയപ്പോ മാറിവാനസ് കോളേജിലെ വിദ്യാർത്ഥി ആദിനാഥിനെ സ്കാൻ ചെയ്തിരുന്നപ്പോൾ അവിടെ വെച്ച് ആക്രമിക്കുകയാണ്. സാർ, അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് നിർമ്മൽ, ഋഷി എന്നിവരെ ആശുപത്രിയിൽ വെച്ച് ആക്രമിക്കുന്നു. സാർ, ഇവരുടെ രീതി എങ്ങനെയാണ്? ആക്രമിക്കും, ആശുപത്രിയിൽ വെച്ച്. സാറേ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സാർ, ഇങ്ങനെ ക്യാമ്പസുകളിൽ നടത്തുന്ന അക്രമങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഉപേക്ഷിച്ചു പോകാൻ ഇടവരുത്തുന്നുണ്ട് എന്നങ്ങ് മനസ്സിലാക്കണം. സാർ, ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു പോയിന്റ് പറഞ്ഞു. കാര്യവട്ടം ക്യാമ്പസിൽ 2021 24,000 അപേക്ഷകൾ ഉണ്ടായിരുന്നു. സാർ, കഴിഞ്ഞ വർഷം അത് 11,000 കുറഞ്ഞു. ഈ വർഷം അത് 9,000 കുറഞ്ഞു. കേരളത്തിലെ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നകറ്റി വിദേശ സർവകലാശാലയിലേക്ക് പോകുന്നതിന് ഈ SFIയുടെ ഭീകരതയും ഒരു കാരണമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാം. SFI കേരളത്തിനൊരു ബാധ്യതയായി മാറുകയാണ്. തെറ്റുതിരുത്തുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. തെറ്റുകൾ കൂടുതൽ ആവർത്തിച്ചുകൊണ്ടാണ് പോകുന്നത്. സാർ,